സാന്റയുടെ ക്രിസ്മസ്. ലവീന ടിയൻ. മനോഹരമായ ഒരു ഡിസംബർ ദിനം. തെളിഞ്ഞ നീലാകാശവും മഞ്ഞുമൂടിയ വൃക്ഷത്തലപ്പുകളും. അന്തരീക്ഷമാകെ ക്രിസ്മസിന്റെ ഉത്സവലഹരി. പക്ഷേ സാന്റയുടെ വീട്ടിൽ ഒച്ചയും അനക്കവുമില്ല. പതിവ് പോലെ ക്രിസ്മസ് സമ്മാനങ്ങൾ പൊതിയുന്നതിൻ്റെ തിരക്കും ബഹളവും ഉണ്ടായിരുന്നില്ല. കാരണം സാന്റ അസുഖം ബാധിച്ച് കിടപ്പിലാണ്. കഷ്ടമായി. കുട്ടികൾക്ക് ഈ വർഷം സമ്മാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവരെന്ത് കരുതും? രോഗശയ്യയിൽ കിടക്കുന്ന സാന്റ വല്ലാതെ വിഷമിച്ചു. പെട്ടെന്ന് അദ്ദേഹം പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ തന്റെ 4 കലമാനുകൾ പതിവ് പോലെ ക്ഷമയോടെ നിൽക്കുന്നു. പക്ഷേ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് എത്തിയതുപോലെ അവർ കിതയ്ക്കുന്നുണ്ടോ? സൂക്ഷിച്ചു നോക്കിയപ്പോൾ സാന്റയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കലമാനുകൾക്ക് പിന്നിൽ എല്ലാതരം വർണ്ണങ്ങളും അണിഞ്ഞ കൊച്ചുകുട്ടികളുമായി സ്ലെഡ്ജുകളുടെ ഒരു നീണ്ട നിര. ഓരോരുത്തരായി അവർ മഞ്ഞിലേക്ക് ചാടിയിറങ്ങി സാന്റയുടെ വീട്ടിലേക്ക് നടന്നു. അതാ വാതിൽക്കൽ ഒരു മുട്ട്. അകത്തു വരൂ, സാന്റ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് കൗതുകം അടക്കാൻ കഴിഞ്ഞില്ല. ഒരു കുഞ്ഞു ബാലിക ഉള്ളിലേക്ക് വന്നു. കയ്യിൽ മാർദ്ദവമുള്ള എന്തോ ഒന്ന് അടക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങേക്ക് സുഖമില്ലെന്നറിഞ്ഞു സാന്റ, അവൾ പറയാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ എൻ്റെ ടെഡി ബിയർ അങ്ങേക്ക് തരികയാണ്, കൂട്ടിരിക്കാനായി. ഹോ, നന്ദി കുഞ്ഞമ്മ, സാന്റ പറഞ്ഞു. കാരണം ഓരോ കുട്ടിയുടെയും പേര് സാന്റയ്ക്കറിയാം. അത് കഴിഞ്ഞ് കയ്യിൽ ഒരു ചുവന്ന പാക്കറ്റുമായി ഒരു ബാലൻ കടന്നു വന്നു. ഞങ്ങൾക്കറിയാം അങ്ങേക്ക് അസുഖമാണെന്ന് സാന്റ, കുട്ടി പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർ തുന്നിയതാണ് ഈ പുതപ്പ്. തണുപ്പ് കാലത്ത് അങ്ങേക്ക് ചൂട് പകരാനായി. ഹോ, വളരെ നന്ദി പോൾ, സാന്റ അവൻ്റെ തലയിൽ തലോടി പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായി കുട്ടികൾ അകത്തേക്ക് വന്നു. സാന്റയ്ക്ക് രോഗശാന്തി നേരാൻ പ്രത്യേക ഉപഹാരങ്ങളുമായി. എന്തെല്ലാം സമ്മാനങ്ങൾ! കുക്കീസ്, പായ്സ്, സോക്സ്, കയ്യുറകൾ, പുസ്തകങ്ങൾ, ജിഗ്സോ പസിലുകൾ, എന്തിന് ഒരു ചെറിയ ക്രിസ്മസ് ട്രീ വരെ. ക്രിസ്മസ് എൻ്റെ വീട്ടുപടിക്കലെത്തി, സാന്റ സന്തോഷത്തോടെ പറഞ്ഞു. വരൂ, നമുക്ക് ഈ സമ്മാനങ്ങൾ പങ്കിട്ടെടുക്കാം. അദ്ദേഹം തനിക്ക് ചുറ്റും ഒരു വലിയ വലയത്തിൽ കുട്ടികളെ ചേർത്ത് നിർത്തി. സാന്റ, ഏത് സമ്മാനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? എമ്മ പെട്ടെന്ന് അടുത്തുകൂടി. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സാന്റ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും എന്നോട് കാണിച്ച സ്നേഹവും ദയവുമാണ് ഏറ്റവും വലിയ സമ്മാനം. തനിക്ക് ചുറ്റും കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന മുഖങ്ങളിലേക്ക് അദ്ദേഹം വാത്സല്യത്തോടെ നോക്കി. അതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ക്രിസ്മസിൻ്റെ ശരിയായ അർത്ഥം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സാന്റ
ഓരോ കുഞ്ഞിനെയും വാരിപ്പുണർന്നു.